ഈ അഭിനയിക്കാൻ എന്താ പാട്? ക്യാമറയുടെ മുമ്പ് പോയി ഓരോന്ന് കാണിച്ചാൽ പോരെ? വലിയ വലിയ നടന്മാർക്ക് ഇവൻ അഭിനയിക്കാൻ അറിയത്തില്ല എന്നെല്ലാം നമ്മൾ ഒരുപാട് ആളുകൾ ഡയലോഗ് അടിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അഭിനയം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള പരിപാടിയാണല്ലേ? ഒരിക്കലുമല്ല. അത് ഈ ലോകത്തിന് വിളിച്ചു പറഞ്ഞു കൊടുത്ത ആളാണ് ഹീത്ത് ലെഡ്ജറും അദ്ദേഹത്തിൻ്റെ മരണവും. കാരണം ഒരു കഥാപാത്രത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കേട്ടു നോക്കാം. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ദ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലൻ ജോക്കർ, ആ ജോക്കറിനെ അനശ്വരനാക്കിയതാണ് ഹീത്ത് ലെഡ്ജർ. എന്നാൽ അതിനുവേണ്ടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു. ഹീത്ത് ലെഡ്ജറിൻ്റെ സഹോദരി പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: അവനങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, അവൻ ഈ കഥാപാത്രത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവൻ നല്ല അടിപൊളിയായിട്ടാണ് നടന്നിരുന്നത്. എന്നാൽ ഹീത്ത് ലെഡ്ജർ പറഞ്ഞത് നേരെ വിപരീതമായിട്ടായിരുന്നു. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ വല്ലാത്ത പിരിമുറുക്കമായിരുന്നു എന്ന്. കാരണം മേർഡറസ് ആയിട്ടുള്ള ഒരു സൈക്കോപാത്ത്, ആ സൈക്കോപാത്തിൻ്റെ റോള് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് എന്തൊക്കെയോ ഹീത്ത് ലെഡ്ജറിനും ഉണ്ടാകുന്നുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീത്ത് ലെഡ്ജറിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതൊരു കഥാപാത്രം ചെയ്യുമ്പോഴത്തേക്കും അതിലേക്കങ്ങ് മുഴുകി ഇറങ്ങി ചെല്ലും. ജോക്കർ എന്ന് പറയുന്ന കഥാപാത്രം അല്പം സൈക്കോപാത്തിക് ബിഹേവിയർ ഉള്ള ഒരു കഥാപാത്രമായതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും തൻ്റെ ഒരു മാർക്ക് ആ ഒരു കഥാപാത്രത്തിൽ ലീവ് ചെയ്യണമെന്നൊരാഗ്രഹം ഈ ഒരു ഹീത്ത് ലെഡ്ജറിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആരും പ്രതീക്ഷിക്കാത്തതും എന്നാൽ ഇപ്പോൾ വിശ്വപ്രശസ്തവുമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. ഹോട്ടൽ മുറിയിൽ എത്രയോ കാലം അടച്ചിരുന്ന് കളഞ്ഞു. അന്ന് അദ്ദേഹം ഈ മുറിക്കകത്ത് കയറി അടച്ചപ്പോൾ കൂടെ ബാറ്റ്മാൻ്റെയും ഡാർക്ക് നൈറ്റിൻ്റെയും ജോക്കറിൻ്റെയൊക്കെ ഒരുപാട് കോമിക് ബുക്കുകളും ഒരു ഡയറിയുമായിട്ടാണ് അദ്ദേഹം കയറിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തിരുന്ന് ഇദ്ദേഹം ജോക്കറിനെ ഇങ്ങനെ വായിച്ച്, ജോക്കറിൻ്റെ കഥകൾ വായിച്ചിട്ട് കണ്ണടച്ചിരുന്ന് ജോക്കറിനെ താൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന കണക്കൊക്കെ ചിന്തിക്കുമായിരുന്നു. ആ റൂമിൻ്റെ അകത്ത് ഇതിൻ്റെ കൂടെ മാത്രം, പുറത്തു പോലും ഇറങ്ങാതെ. എന്നിട്ട് ജോക്കറിൻ്റെ ഓരോ ഡീറ്റെയിലുകൾ എഴുതി വെച്ചിട്ട് അതുപോലെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചില സമയത്ത് ആ മുറിയിൽ നിന്ന് ജോക്കർ അട്ടഹസിക്കുന്നത് പോലെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് പുറത്ത് കേൾക്കാമായിരുന്നു. ഇദ്ദേഹം പറയും, ഓരോ കാലഘട്ടത്തിലുള്ള ജോക്കറുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ജോക്കറായിരിക്കണം, അതിൻ്റെ ഇമ്പാക്റ്റ് തനിക്ക് ലീവ് ചെയ്യാൻ പറ്റണമെന്ന്. ഇന്നും ആ ജോക്കർ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ്. അതിന് കാരണം ഹീത്ത് ലെഡ്ജർ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ്റെ കമ്മിറ്റ്മെൻറ്റ് തന്നെ. എന്നാൽ ഈ ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്ത് സ്വയം ജീവനെടുക്കുകയും ചെയ്തു അദ്ദേഹം. എന്നാൽ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും ഹീത്ത് ലെഡ്ജറിന് ഓസ്കാർ അവാർഡ് ഉണ്ടായിരുന്നു, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിൻ്റെ. എന്നാൽ ഈ ഒരു ഓസ്കാർ അവാർഡ് വാങ്ങിക്കാനായിട്ട് അന്ന് ഹീത്ത് ലെഡ്ജർ അവിടെ ഇല്ലായിരുന്നു. കാരണം അന്ന് അദ്ദേഹം ഈ ലോകത്തിനോട് വിട പറയുന്നതിന് മുൻപ് അദ്ദേഹം നേടിയ വലിയൊരു അവാർഡുണ്ട്, ജനങ്ങളുടെ ഹൃദയം. ഇപ്പോൾ മനസ്സിലായോ അഭിനയം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ലെന്ന്? പറയുമ്പോൾ ചുമ്മാ നമ്മുടെ മുമ്പിൽ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക. ആ പാരഗ്രാഫ് അക്ഷരത്തെറ്റ് കൂടാതെ അക്ഷരസ്ഫുടതയോടുകൂടി ആ ക്യാമറയുടെ മുമ്പായിരുന്നു സംസാരിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നടന്മാരൊക്കെ എന്തുകൊണ്ട് ഇത്രയും വലിയ പൈസ പ്രതിഫലം വാങ്ങുന്നുവെന്ന്. കാരണം അതും പാടുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.